അതെ, ഇന്നലെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ കളക്ടറെ ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ ഏതായാലും അവധി ദിവസമായിരുന്നു. അപ്പൊ ഇവിടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത് തന്നെ ഈ പഴയ കെട്ടിടം വളരെ പഴക്കം ചെന്നായതുകൊണ്ടാണ് ഞാൻ തന്നെ മുൻകൈ എടുത്താണ് മന്ത്രി സജി ചെറിയാനോട് സംസാരിച്ച് തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആ കെട്ടിടം അവിടെ പണിഞ്ഞത്. അപ്പൊ കെട്ടിടം പണിഞ്ഞിട്ട് അതിന്റെ ഇലക്ട്രിസിറ്റി കണക്ഷന് അല്പം കാലതാമസം ഉണ്ടായി. ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന്. ഏതായാലും ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കളക്ടറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഇന്ന് LSTDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, DD എന്നിവരെല്ലാം സ്ഥലത്ത് വന്ന് ആ പുതിയ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം കുട്ടികളെ അവിടെ പ്രവേശിപ്പിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഏതായാലും മാധ്യമപ്രവർത്തകരെ ഒന്നും തടയുന്നത് ശരിയല്ല. അവർക്കിപ്പോ എവിടെ പോകാനും വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് ഞാൻ അതിനോട് ഒരിക്കലും നട തന്നെയാണ്. വികസന കോർപ്പറേഷൻ എടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, PT ആവശ്യപ്പെട്ടതാണ്, ഇതെല്ലാം കളക്ടറോട് ആവശ്യപ്പെട്ടതാണ്. ഇതൊക്കെ ശരിയാണ്. കളക്ടർ തന്നെ അവരോട് ഇത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതുമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് കുറെ കൂടി ഗൗരവത്തിൽ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ കഴിയും. ഞാൻ ഓരോ മിനിറ്റും ഇന്നലെ അതിനുവേണ്ടി അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 100% ഉണ്ടാകും. ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാനും ഞാനവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് പിന്നെ വലിയ രാഷ്ട്രീയം കാണാതെ ഞാൻ എന്റെ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടറുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് സുഗമമായി പഠിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. വാർത്തകൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം MLA എന്നുള്ള നിലയിൽ ആ സ്കൂൾ നന്നായി നടക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിന് ഇന്നലെ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ കളക്ടറുമായിട്ടും ബന്ധപ്പെട്ടവരോട് എല്ലാം സംസാരിച്ച് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഇപ്പൊ സ്കൂള് അവിടെ പുതിയ കെട്ടിടത്തിൽ പഠിപ്പിക്കാനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട്.